കോൺഗ്രസിൽ ഇനി ഒരു പ്രസിഡന്റ് വേണ്ട എന്നുള്ള നിലപാടിലാണ് സുധാകരൻ. അത്യാവശ്യം ബോൾഡായ കുറച്ച് ഡിസിഷൻസ് ആണ്, കടുപ്പിക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് സുധാകരൻ എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് അണിയറ പ്രവർത്തകരെ കൊണ്ട് തന്നെ മാസ് എന്ന് പറയിപ്പിക്കുന്ന, ഇതാവണവടാ പ്രസിഡന്റ് എന്ന് പറയിപ്പിക്കുന്ന തരത്തിലാണ് സുധാകരൻ ഇപ്പോൾ റിപ്പോർട്ടറെ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. എന്താകും ഇതിന്റെ അനന്തരഫലം എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ്. റിപ്പോർട്ടർ ചാനലിനെ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് ബഹിഷ്കരിക്കുകയാണ് എന്ന് സുധാകരൻ പറയുകയാണ്. ചാനലിന്റെ കോൺഗ്രസ് വിരുദ്ധ വർഗീയ പ്രചാരണങ്ങളെ വിമർശിച്ചതിന്റെ പേരിൽ സ്ത്രീകളടക്കം 10ഓളം പ്രവർത്തകർക്കെതിരെ ചാനൽ കള്ളക്കേസ് കൊടുത്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് സുധാകരൻ സൂചിപ്പിക്കുന്നുണ്ട്. പ്രവർത്തകരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട നിയമസഹായം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ TV കോൺഗ്രസ് പാർട്ടിക്കെതിരെ തുടർച്ചയായി വ്യാജ വാർത്തകൾ നൽകിയെന്നുള്ള ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വരിക തന്നെയാണ്. ഈ ചാനൽ കോൺഗ്രസിനെതിരെ ഉപതെരഞ്ഞെടുപ്പുകളുടെ തുടക്കം മുതൽ തുടർച്ചയായി വ്യാജ വാർത്തകൾ സംപ്രേഷണം ചെയ്തിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. വിഷയത്തിൽ നവമാധ്യമങ്ങളിലൂടെ വിമർശനവുമായി എത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ വ്യാജ പരാതികൾ കൊടുത്ത് കേസെടുപ്പിക്കുകയും ചെയ്തത് നീതീകരിക്കാനാവാത്ത പ്രവർത്തനങ്ങളാണ് എന്നും KPCCയുടെ പ്രസിദ്ധീകരിച്ച ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലിന്റെ വ്യാജ വാർത്തകളെയും സമീപനങ്ങളെയും പാർട്ടി ഗൗരവത്തോടെ കണക്കിലെടുത്ത് മാധ്യമ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു എന്ന് കോൺഗ്രസ് അറിയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലും റിപ്പോർട്ടർ ചാനൽ അവരുടെ തെറ്റായ വാർത്തകളിൽ ഖേദം പ്രകടിപ്പിക്കുകയോ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള കേസുകളിൽ നിന്ന് പിന്മാറുകയോ ചെയ്തിട്ടില്ലായിരുന്നു. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ചാനൽ ബഹിഷ്കരിക്കുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. നിലവിൽ റിപ്പോർട്ടർ ചാനലുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഔദ്യോഗികമായി KPCC പ്രസിഡന്റ് K സുധാകരൻ തീരുമാനിച്ചതായും അറിയിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒപ്പമാണ് കോൺഗ്രസ് എന്നും തെറ്റായ പരാമർശങ്ങളിൽ ഖേദപ്രകടനം നടത്തണമെന്ന് റിപ്പോർട്ടർ ചാനലിനോട് വാക്കാൽ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെയും വ്യാജ വാർത്തകൾ പിൻവലിക്കാതെ പാർട്ടിയെ വെല്ലുവിളിക്കുകയും പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസുകളിൽ കൊടുക്കുകയും ചെയ്യുന്ന സമീപനമാണ് ചാനൽ സ്വീകരിച്ചതെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി എക്കാലവും നിലകൊണ്ടിട്ടുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും നിരന്തരം വ്യാജ വാർത്തകൾ നൽകി പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ചാനലിന്റെ ശ്രമങ്ങൾ നിസ്സാരമാണെന്ന് കരുതാൻ കഴിയില്ല എന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. ഏറ്റവും അവസാനമായി വയനാട് നടന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിന്റെ പേരിൽ പോലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ റിപ്പോർട്ടർ TV വ്യാജ വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നുവെന്നും അറിയിപ്പിൽ പറയുകയാണ്.